മുടി കൊഴിച്ചിലാണോ നിങ്ങളെ പ്രശ്നം എന്നാൽ പിന്നെ അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കൊണ്ടാണ് ഞാളിന്ന് വന്നിരിക്കുന്ന നല്ല കാച്ചെണ്ണ കേട്ടോ. വീട്ടിലുള്ള സിമ്പിൾ ചേരുവകൾ ഉപയോഗിച്ച് നല്ല കാച്ചെണ്ണ തന്നെ നമുക്ക് കാച്ചി എടുക്കാം. കാച്ചുന്ന എണ്ണ കാച്ചെന്ന് അറിഞ്ഞുകൂടാന്ന് ഇനി ആരും പറയറേ, നമ്മൾ കാച്ചി കാണിച്ചു തരാം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വേണ്ടിയത് എന്തെന്നാ കുറച്ച് കറിവേപ്പില എന്ന് വെച്ചാൽ ഫ്രഷ് എണ്ണ എടുക്കാൻ ശ്രദ്ധിക്കണേ. നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം പുറത്തുള്ള എല്ലാം നമ്മളെ വിഷം അടിച്ചിട്ടല്ല വരുന്ന കറിവേപ്പിലല്ലേ. അപ്പോൾ അതിനെക്കാട്ടെല്ലാം ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില തന്നെയാണ്. ഇതൊരു വലിയ മരത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകളാട്ടോ. അപ്പം അതിന്മേൽ നമ്മൾ കുറേ കറിവേപ്പില പറിക്കുന്നുണ്ട്. അതായത് ഒരു പിടിയോളം കറിവേപ്പില വേണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയ മൊയിലാഞ്ചി, ഇത് മൊയിലാഞ്ചി മരം, ഇതും ഞാളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മൊയിലാഞ്ചി ചപ്പ കേട്ടോ. അപ്പോൾ അതും ഒരു 10-15 തണ്ടോളം നമ്മളെ മൊയിലാഞ്ചി ചപ്പും വേണം. അങ്ങനെ നല്ല മൊയിലാഞ്ചി ചപ്പും കറിവേപ്പിലയും നമ്മളിപ്പം പറിച്ച് സെറ്റാക്കി വന്നിട്ട് ഇനി നമുക്ക് വേണ്ടിയത് എന്തെന്നല്ലേ നമ്മളെ ചെമ്പരത്തി ചപ്പ കേട്ടോ. ചെമ്പരത്തി ചപ്പ് എന്ന് വെച്ചാൽ കുറച്ച് അധികം എടുത്തോ. ചെമ്പരത്തിൻ്റെ പൂവും വേണം ചപ്പും വേണം. അപ്പം അത് ഏകദേശം എല്ലാം ഓരോരു പിടിയളവാണ്. നമ്മുടെ കൈ നിറച്ചും, അതായത് എല്ലാം ഓരോ പിടിയാക്കിയിട്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടിയത് നെല്ലിക്കയും പിന്നെ നമ്മളെ ചെറിയുള്ളിയും കുറച്ച് തുളസി ചപ്പുമാണ്. തുളസി ചപ്പ് പരക്കി നെല്ല് കാണിച്ചിട്ടില്ല, പക്ഷേ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. ഒരിത്തിരി മതി. തുളസി ചപ്പ് അധികം വേണ്ടേ, കുറച്ച് മതി കേട്ടോ. അതാ തുളസി ചപ്പുങ്ങൾ വേണ്ടിയില്ല, അത്രയാ വേണ്ടു. നെല്ലിക്കയും വേണം, പിന്നെ നമ്മളെ ചെറിയുള്ളിയും വേണം. പിന്നെ കറ്റാർ വായ ഇല്ലാണ്ട് എന്ത് എണ്ണ കാച്ചല്ലേ. അപ്പോൾ പിന്നെ കറ്റാർ വായും കൂടി വേഗം പോയിട്ട് എന്ത് പണിയെടുത്തോ വേഗം പോയിട്ട് മുറിച്ചിങ്ങെടുത്ത കേട്ടോ. ഇതും വീട്ടിൽ തന്നെ ഉണ്ടായ കറ്റാർ വായാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ആദ്യം നമ്മൾ എന്ത് പണിയെടുക്കണേ, ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ടോ കുറച്ച് ഉലുവ വേണേ, ഒരു പിടി എല്ലാം ഒരു പിടിയാണ്. അപ്പോൾ ഇത്രയാ വേണ്ടോ. ഇച്ചിരി ഉലുവയിട്ട് നമ്മളെ കറ്റാർ വായ ഇട്ട് നല്ലപോലെ അരച്ചെടുക്കണം. വെള്ളം ചേർക്കണ്ടേ. ഈ കറ്റാർ വായൻ്റെ ജെല്ലിൽ തന്നെ നല്ലപോലെ ക്രഷ് ചെയ്തിങ്ങ് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എണ്ണയില്ലേ, നല്ല എണ്ണയായിരിക്കാൻ ശ്രദ്ധിക്കണേ. കാരണം നമ്മളെ മറ്റേ മായം ചേർത്തിട്ടുള്ള എണ്ണ അല്ലാത്ത നമുക്ക് അറിയാവുന്ന മില്ലിൽ നിന്ന് ഏറ്റവും നല്ല എണ്ണ നോക്കി വാങ്ങുക. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ആട്ടിയ എണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് എണ്ണയും പാർന്ന് നമ്മൾ നല്ലോണം ഇളക്കി മിക്സാക്കി നേരെ കൊണ്ടുപോയിട്ട് ഗ്യാസ് മേലോ അല്ലെ അടുപ്പത്തോ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ അല്ലെ ഇരുമ്പിൻ്റെ പാത്രം ഉരുളിയോ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. നമ്മളെ അടുത്ത് ഇരുമ്പിൻ്റെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കാച്ചുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പണിയെടുക്കുക, ഇത് നല്ല പോലെ സിമ്മിലിട്ടിട്ട്, അതായത് ചെറുതീയിലിട്ടാ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നല്ല പോലെ ഇളക്കിയിട്ട് ഒന്ന് നമ്മളെ ഈ കൂട്ടുകളല്ലേ അതെല്ലാം ഈ എണ്ണയിലേക്ക് നല്ല പോലെ ഇറങ്ങി ചെല്ലണം. നമ്മളെ ഇതിൻ്റെ സത്തുകളെല്ലാം നമ്മൾ എണ്ണയിലേക്ക് കിട്ടണം കേട്ടോ. അങ്ങനെ നല്ല പോലെ എണ്ണ കാച്ചി എടുക്കുക. അപ്പോൾ ഇത് എണ്ണ മൂപ്പറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യണം. നമ്മൾ വേഗം പോയിട്ട് ഒരു വെത്തിലേൻ്റെ ചപ്പോ അല്ലെങ്കിൽ നമ്മളെ കുരുമുളകിൻ്റെ ഇതുപോലെ ഇലയോ ഇല്ലേ, അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടാൽ നല്ല പൊട്ടി വരും. ഠും ഠും എന്നുള്ള ഒരൊച്ച ഉണ്ടാവും. അപ്പോൾ നമ്മൾ എണ്ണ മൂപ്പ് ഒത്തുക്കുന്നതാണ് അർത്ഥം കേട്ടോ. അങ്ങനെ നമ്മളെ കാച്ചി എണ്ണ ഇവിടെ സെറ്റായിട്ട് വന്ന് കിട്ടാം. ഇത് നല്ല പോലെ തണിഞ്ഞാൽ നമുക്കൊരു കുപ്പിയിലേക്ക് അരിച്ച് മാറ്റാം. എന്നിട്ട് നേരെ തലയിൽ തേച്ച് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ കുളിച്ചാൽ നല്ല പോലെ നമ്മളെ മുടി കൊഴിച്ചിലിനെല്ലാം ശാശ്വതമായിട്ടുള്ള പരിഹാരം കേട്ടോ. ഇപ്പം ഞാൻ കുറേ കാലമായി കാച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ മുടിയെല്ലാം നല്ലപോലെ കൊഴിഞ്ഞു പോയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും കാച്ചി എടുത്തതാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോ. അടിപൊളി എണ്ണയായിരിക്കും, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എണ്ണയാട്ടോ. പിന്നെ നല്ല ഉറക്കവും കിട്ടും, നല്ല തലക്കെല്ലാം ഒരു നല്ല സോഫ്റ്റ്നെസ്സും കിട്ടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട.